അവിടുന്ന് ഗ്രേവി എടുത്തോണ്ട് ഒരാൾ പോയി എടുത്തോണ്ട് പറഞ്ഞ ആ ഗ്യാപ്പിലാണ് ഇന്നലെ നിങ്ങൾക്ക് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അല്ലാത്ത ചീത്ത വിളിക്കുകയും ബഹളമാക്കുകയൊക്കെ ചെയ്തു. ഇവിടുന്ന് സാധനങ്ങൾ എണ്ണ മൊത്തം എടുത്ത് കളയുകയൊക്കെ ചെയ്ത് ഏകദേശം ഒരു 4-5 ലക്ഷം രൂപ വർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഇതുമില്ല. ആദ്യം അവർ രണ്ടുപേരും ചീത്തകളും ബഹളമായിരുന്നു. അപ്പം കേശി എന്ന് പറഞ്ഞാൽ ഇവിടെ ചീത്ത വിളിക്കാൻ പറ്റും, നിങ്ങൾ ഇറങ്ങിപ്പോ, നിങ്ങളുടെ പൈസ വേണ്ട. ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ചെറുതായിട്ട് പറ്റും. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാട്ടാക്കട പൂവച്ചലിൽ ചിക്കൻ കറിയുടെ അളവ് കുറഞ്ഞതിനെ തുടർന്ന് 2 അംഗ സംഘം ഇന്നലെ ഉച്ചയ്ക്ക് 12:30 ഈ കട അടിച്ചു തകർത്തു. അത് മാത്രമല്ല, ഇന്നലെ 12:30 കാട്ടാക്കടയിലെ ഓരോ വ്യക്തികളെയും ഭീതിയിലാക്കിയ വിഷയമാണ് ഇപ്പോൾ ഞാൻ പുറത്തുവിടുന്നത്. എന്താണ് ഉണ്ടായത്? ശരിക്കും 12 ആയപ്പോൾ കാപ്പ് കുടിക്കാൻ വേണ്ടി വന്നു. ആദ്യം വന്ന് കഴിച്ചു. എത്ര പേര് വന്നിരുന്നു ആദ്യം? ആദ്യം രണ്ടുപേര് കഴിച്ചു. അവർ കഴിച്ചിട്ട് വീണ്ടും പാഴ്സൽ വാങ്ങിച്ചു. അപ്പം ആ സമയത്ത് നല്ല തിരക്കായിരുന്നു. സാധാരണ നല്ല തിരക്കായിരുന്നു. ഗ്രേവി ആയിട്ടില്ല. ബാക്കിലാണ് കിച്ചൺ, ബാക്ക് സൈഡിൽ. അവിടുന്ന് ഗ്രേവി എടുത്തോണ്ട് ഒരാൾ പോയി എടുത്തോണ്ട് പറഞ്ഞ ആ ഗ്യാപ്പിലാണ് ഇന്നലെ നിങ്ങൾക്ക് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അല്ലാത്ത ചീത്ത വിളിക്കുകയും ബഹളമാക്കുകയൊക്കെ ചെയ്തു. ഇന്നലെ ഒരു പുറത്തിറങ്ങിയിട്ട് വീണ്ടും രണ്ടുപേരെ വിളിച്ചു വരുത്തി. ആദ്യം 2 പേര് വന്ന് സാധനങ്ങൾ വാങ്ങിച്ച് കഴിച്ചിട്ട് പോയി. എന്നിട്ട് വീണ്ടും അവർ പൈസ ബാക്കി പൈസ വേണ്ട, പൈസ വേണം തിരിച്ചു കൊടുത്തു. പൈസ ആദ്യം തന്നു, ഗൂഗിൾ പേ ചെയ്തു. വേണ്ട, അത് വേണ്ട, സാധനം വേണം തിരിച്ചു വിട്ടു. ഓർഡർ ബാക്കി പൈസ കൊടുത്തു വരും. എന്നിട്ട് തിരിച്ചിറങ്ങിയിട്ട് വീണ്ടും രണ്ടുപേരുടെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ക്യാഷിലിരുന്ന ഏട്ടനെ ഇവിടെ മുഖത്തോടെ പിച്ചത് ഒരു സാധനം വെച്ച് കുത്തി കൊടുക്കുകയും സ്റ്റാഫ് ഉണ്ടായിരുന്നു. പുള്ളിയെ നല്ല രീതിയിൽ ഇരിക്കുകയൊക്കെ ചെയ്തു. പുള്ളിയുടെ ചുണ്ടൊക്കെ കയറി. ഒരു കാരണമില്ല. നിങ്ങളപ്പോ വൈരാഗ്യം വല്ലതും ഒന്നുമില്ല. എപ്പോഴും കാണുന്ന ആൾക്കാരാണ്. ഒരു മുൻവരെയും കാര്യങ്ങളൊന്നുമില്ല. ഏതാണ്ട് പ്രായം എപ്പോഴൊക്കെ വരും? ഒരു 20-25 വയസ്സിനകത്ത്. കൊച്ചു പിള്ളേരാണ്. അത്രേ ഉള്ളൂ, കൊച്ചു പിള്ളേരാണ്. അങ്ങനെ നല്ല ചീത്ത വിളിക്കാൻ, മൊത്തം അടിച്ചു പൊട്ടിക്കാൻ, ഊണ് സമയം ഊണിന്റെ സാധനങ്ങൾ മൊത്തം എടുത്ത് കറിയും കറികൾ മൊത്തം എടുത്ത് കളയുകയൊക്കെ ചെയ്യും. ചിക്കൻ കറി എല്ലാം എടുത്ത് കളയുകയും ചെയ്തു. ഈ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു. ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു. അത് എടുത്തെറിഞ്ഞ കസയൊക്കെ എടുത്തെറിഞ്ഞപ്പോ അതിനോട് ഒന്ന് പൊട്ടിയത്. നല്ല രീതിയിൽ വേളം കാണിച്ചിട്ടാണ് പോയത്. എത്ര പേർക്ക് പരിക്ക് പറ്റി? 3 പേർക്കും. അതേ നല്ല ഇപ്പൊ ഹോസ്പിറ്റലാണ് പുള്ളി. ഇപ്പൊ എന്തൊക്കെ സംഭവങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായി? നല്ല രീതിയിലുണ്ടായിട്ടില്ല. ഇവിടുന്ന് സാധനങ്ങൾ എണ്ണ മൊത്തം എടുത്ത് കളയുകയൊക്കെ ചെയ്ത് ഏകദേശം ഒരു 4-5 ലക്ഷം രൂപ വർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഒരു 200ഓളം ഊണ് ഒരു ദിവസം പോകുന്ന ഒരു കടയാണ്. ഇന്നലാണെങ്കിൽ ഇതിൽ കൂടുതലാണ് ചെയ്തു വെച്ചിരുന്നത്. വേറെ കടകളില്ല. ഇതുവരെ ഈ ഒരു കടയിൽ ഒരു വിഷയമൊന്നുമില്ല. കാരണം കറക്റ്റായിട്ട് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു മുന്നോട്ട് പോകുന്ന ഹോട്ടൽ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു വിഷയം ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു ആദ്യമായിട്ട് എന്താണ് കറിയെന്ന് പറയുന്നത് ചന്തയിലുള്ള പയ്യന്മാരാണ്, അതറിയാം. ഇപ്പൊ കാട്ടാക്കട പോലീസ് എന്തായാലും FIR രജിസ്റ്റർ ചെയ്തു. ഇപ്പൊ ഇതുവരെ പിടിച്ചിട്ടില്ല. ഒളിവിലാണെന്ന് തോന്നുന്നു. ഒളിവിലാണ് തോന്നുന്നു. ഇതുവരെ ഇല്ല. അവര് എത്ര പേര് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്? ഇപ്പൊ ഒരാളെ ഉള്ളൂ. ഒരാളെ രാവിലെ വന്നിട്ട് ഡിസ്ചാർജ് ആയി പോയി. അപ്പൊ നാളെ ഈ കട തുറക്കുകയാണെങ്കിൽ വീണ്ടും ഇതേപോലത്തെ ഭീതി ഉണ്ടോ? ഉണ്ട്. നല്ല രീതിയിലുണ്ട്. എന്ത് സംഭവിക്കാം? തുറക്കുന്നില്ല. അവിടെ അറിയപ്പെടുന്ന ഹോട്ടലാണ് മയ്യല ഹോട്ടൽ അല്ലേ? ഒരു അറിയപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഇവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് വന്നപ്പം വേറൊരാള് വന്ന് ആളുകൾ കട പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി കൊല്ലും, കട മൊത്തം കത്തിക്കും. കാട്ടക്കടയിൽ കട മൊത്തം കത്തിക്കുന്നത് പറഞ്ഞിട്ട് പോയി. ചിക്കന്റെ വില കൂടി കൊണ്ടാണോ ചിക്കന്റെ ഇത് കിട്ടാത്തത് കൊണ്ട് ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത്? ഇല്ല, ചിക്കന്റെ വില കൂടി ഉണ്ടല്ലോ. ഗ്രേവി എടുക്കാൻ പോകുന്ന താമസം ബാക്കാണ് കിച്ചൺ. പൊതുവെ ചിക്കന്റെ വില കൂടിയില്ല അല്ലേ? അതുകൊണ്ടായിരിക്കണം അല്ലേ? അതിലും വരാൻ ചാൻസ് ഇല്ല. ഇവരെന്തോ വൈരാഗ്യം വെച്ച് വന്നവരാണ് കാണിച്ചിട്ട് പോയത്. ഇത്ര ഗ്രേവി എടുക്കാൻ ജസ്റ്റ് 2 മിനിറ്റ് താമസം എടുക്കാൻ പോയ. ഗ്രേവി കൊടുക്കാമെന്ന് പറഞ്ഞു നിങ്ങള്? ഗ്രേവി എടുക്കാൻ വേണ്ടി ഒരാൾ പോയി, കവറോടെ എടുക്കാൻ വേണ്ടി പോയി. അപ്പൊ സ്റ്റീമറിൽ ചിക്കൻ തീർന്നു. അപ്പൊ ബാക്കിൽ നിന്ന് എടുത്തോണ്ട് പറഞ്ഞു. ആ ഒരു താമസം അത്ര 2 മിനിറ്റ് ഗ്യാപ്പ് വന്നു. 2 മിനിറ്റ് ഗ്യാപ്പിലാണ് ഇത്രയും അലങ്കോലം സംഭവിച്ചല്ലോ. എന്ത് ഇവിടുത്തെ അവര് നല്ല ഒരു മിന്നായം പോലെ എന്തൊക്കെ സംഭവിച്ചു. ഞാനും ബാക്കിൽ നിൽക്കുകയായിരുന്നു. ഇന്നലത്തെ തിരക്കാണ്. ഞാൻ കിച്ചണിൽ സഹായിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഇവിടെ വേറെ കൊണ്ട് 1 മണി വല്ലം ഇതാണ് സമയം കൊണ്ട് കഴിഞ്ഞു. ഇത് മദ്യലഹരിയിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കഞ്ചാവ് മാഫിയ അങ്ങനെ എന്തെങ്കിലും? അവര് രണ്ടുപേരും ഫിറ്റ് ആയിരുന്നാണ്. സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം. നമ്മളാരും അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇവരെന്നാണ് ഇവിടെ കിടന്ന് വേളം വെച്ചതും ചീത്ത വിളിച്ചതും. ഒരു പ്രകോപനമില്ല. നമ്മൾ അങ്ങോട്ട് ഒരു കാര്യത്തിനും പോയിട്ടില്ല. ഇവരെ 2 പേര് വന്നു, ആഹാരം കഴിച്ചു, സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് പോയി. തിരിച്ചു ഇവിടെ 2 പേരായിട്ട് വരുന്നു, ആക്രമണം തുടങ്ങുന്നു. അത്രയാണ്. ഒരു ഇതുമില്ല. ആദ്യം അവർ 2 പേരോടും ചീത്തോടും ബഹളമായിരുന്നു. അപ്പം കേശി എന്ന് പറഞ്ഞാൽ ഇവിടെ ചീത്ത വിളിക്കാൻ പറ്റും, നിങ്ങൾ ഇറങ്ങിപ്പോ, നിങ്ങളുടെ പൈസ വേണ്ട. പൈസ തിരിച്ചും കൊടുത്തു. ആ പൈസ വാങ്ങി കുറച്ച് ഇറങ്ങി വീണ്ടും 2 പേര് വന്ന് എന്താ കണക്ക് നമുക്ക് അറിയാൻ പറ്റില്ല എന്ന് ചോദിച്ചാണ് തുടങ്ങിയത്. പക്ക ഉണ്ടായി. പരിക്കേറ്റ ഉദയദാസ് ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഉദയദാസ് ഇത്ര താമസം സംഭവിച്ചത്? ഇന്നലെ ഉച്ചയ്ക്ക് കടയിൽ വന്ന് ഫുഡ് കഴിച്ച് പിന്നെ പാഴ്സൽ വാങ്ങി. അതിൽ ഗ്രേവി കൊടുക്കാൻ ഞങ്ങൾ താമസമായി. അന്നേരം തെറി വിളിച്ചിട്ട് ഉടനെ അടിക്കുകയാണ് ഉണ്ടായത്. പിടിച്ചു തള്ളിയും പിന്നെ അടിക്കാനും ആണോ. വീണ്ടും സ്വദേശം എവിടെയാണ്? എൻ്റെ കരുനാഗപ്പള്ളിയാണ്. ജോലിക്കായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ ജോലിക്കായിട്ട് നിൽക്കുകയാണ്.
എവിടെയൊക്കെ പരിക്ക് പറ്റി? തലക്ക് ഇടിയേറ്റിട്ടുണ്ട്, നെഞ്ചില് കവളത്തെ മുറിവോ? ഇത് കുത്തിയതാണ്, കത്തി കൊണ്ട്. എന്തുകൊണ്ട് കുത്തിയതാ? കത്തി കൊണ്ട് ഒഴിഞ്ഞു മാറിയുണ്ട്. സ്റ്റിച്ചുണ്ട് ഇപ്പൊ? സ്റ്റിച്ചില്ല, ഒഴിഞ്ഞു മാറി. ആഴത്തുള്ള മുറിവാണ്? ആഴത്തിലുള്ള മുറിവ്. സ്റ്റിച്ച് കണ്ട് ചെറിയ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ചെറുതായിട്ട് പറ്റ്. പിന്നെ തലക്ക് ഇടിയുണ്ട്, തല പിടിച്ച് ഡെസ്കിൽ ഇടിക്കുകയൊക്കെ ചെയ്തു. കൊക്കക്കോളയുടെ 2.5 ലിറ്ററിന്റെ ബോട്ടിൽ കൊണ്ട് തലക്കടിച്ച് കടയിലുണ്ടായിരുന്നു. ഒരു കാരണവുമില്ല. ഇല്ല, കറി കൊടുക്കാൻ താമസിച്ചാണ് കാരണം, വേറെ കാരണമൊന്നുമില്ല. ഇതേ മാത്രമേ ഉള്ളായിരുന്നു കാരണം. വേറെ മുൻ വൈരാഗ്യമോ അല്ലെങ്കിൽ ഇവർ നേരത്തെ കണ്ടിട്ടുമില്ല? ഇല്ല, ഒന്നുമില്ല. ഇതുമാണ് ഫുഡ് കഴിച്ച് പാഴ്സൽ വാങ്ങിയപ്പോൾ കറി കൊടുക്കാൻ താമസിച്ച, അത്രേ ഉള്ളൂ, വേറെ കാരണമൊന്നുമില്ല. കാട്ടാക്കട പോലീസ് ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കാട്ടാക്കട പോലീസ് ഈ ഒരു വിഷയം അന്വേഷിച്ചിട്ട് ഇവർക്ക് നീതി ലഭിക്കുന്നതുവരെ ഇവർ കാട്ടാക്കട പോലീസിനെ വിശ്വസിക്കുന്നുണ്ട്. കാട്ടാക്കട മയൂര ഹോട്ടലിൽ ഇന്നലെ ഉച്ചയ്ക്ക് 12:30 അരങ്ങേറിയ പൊറാട്ട് നാടകം ഇപ്രകാരമാണ്. 2 അംഗ സംഘം ആദ്യം വരുന്നു, പൊറോട്ട ഓർഡർ ചെയ്യുന്നു, ഒപ്പം ഒരു ചിക്കൻ ബട്ടർ ഓർഡർ ചെയ്യുന്നു. സന്തോഷപൂർവ്വം കഴിക്കുന്നു. കഴിക്കാൻ ശേഷം ഇവർക്ക് പാഴ്സൽ വേണമെന്ന് പറയുന്നു. പാഴ്സലിനൊപ്പം ഇവർ പൊറോട്ട വാങ്ങുന്നു, ചിക്കന്റെ പെരട്ടും വാങ്ങുന്നു. അതിൽ ഒരു അല്പം ഗ്രേവി കുറഞ്ഞതിന്റെ വൈരാഗ്യത്തിൽ ഇവർ വരുന്നു. കട ഉടമ അപ്പോൾ തന്നെ പറയുന്നുണ്ട്, എനിക്ക് പൈസ വേണ്ട, ഞങ്ങൾ തിരികെ തരാം. ഒന്നും നോക്കിയില്ല, കട അടിച്ചു നിരത്തി. ഇപ്പോൾ ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഈ മയൂര ഹോട്ടലിൽ ഉണ്ടായിരിക്കുന്നത്. സമൂഹത്തിൽ നിന്ന് ക്യാമറമാൻ സുരാജ് മലപ്പുറത്തോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ഷേഖ് പ്രസാദ് സൈനിങ് ഓഫ്.